ഇംഗ്ലീഷ് ഡെസ്ക് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. റിലേറ്റീവ് പ്രോനൗൺസ് ആണ്. നമ്മൾ പ്രോനൗൺസ് കേട്ടിട്ടുണ്ട്. റിലേറ്റീവ് പ്രോനൗൺസ് എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, എന്താണ് ആ റിലേറ്റീവ് പ്രോനൗൺസ് എന്ന് പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ ഉദ്ദേശം. എന്താണ് റിലേറ്റീവ് പ്രോനൗൺസ്? ഞാൻ നോട്ട്സ് ഇട്ടിട്ട് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലാകാനാണ്. രണ്ട് വാക്യങ്ങളെ കൂട്ടി യോജിപ്പിക്കുകയും, രണ്ട് സെന്റൻസ് അതിനെ കൂട്ടി യോജിപ്പിക്കുകയും നൗണിന് പകരമായി നിൽക്കുകയും ചെയ്യുന്ന, ഒരു നൗണിന് പകരം വരുന്ന പ്രോനൗൺ ആണ് റിലേറ്റീവ് പ്രോനൗൺ. അപ്പൊ എന്താണെന്ന് മനസ്സിലായല്ലോ? റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ രണ്ട് സെന്റൻസുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എന്തിനാ, നൗണിന് പകരമായിട്ട് വരുന്ന ഒരു വേർഡാണ് ഏതാ, ഒരു പ്രോനൗൺ ആണ് റിലേറ്റീവ് പ്രോനൗൺ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, പക്ഷേ പെട്ടെന്ന് റിലേറ്റീവ് പ്രോനൗൺ ചോദിച്ചാൽ അറിയില്ല. ഏതൊക്കെയാണെന്ന് നോക്കാം. ഹൂ, ഹൂം, ഹൂസ്, വാട്ട്, വിച്ച്, ദാറ്റ്, ഇവയാണ് റിലേറ്റീവ് പ്രോനൗൺസ്. അപ്പോൾ റിലേറ്റീവ് പ്രോനൗൺസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏതൊക്കെയാണ് റിലേറ്റീവ് പ്രോനൗൺസ്? ഹൂ, ഹൂം, ഹൂസ്, വാട്ട്, വിച്ച്, ദാറ്റ്, ഇവയാണ് റിലേറ്റീവ് പ്രോനൗൺസ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ, ഇംഗ്ലീഷ് ഡെസ്ക് എന്ന ചാനൽ എല്ലാവരും കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുന്ന ഏവർക്കും താങ്ക്സ്.